ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എന്തെടുക്കുമോ എല്ലാവരും? ഞാനേ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് ഈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴേ ഷോപ്പ് ചെയ്ത ഒരു വ്ളോഗാണ്. അപ്പം ഇത് ചെയ്യാൻ പോവുകയാണേ. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതെന്ന് പറയുന്നത് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഞങ്ങളൊരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൻ്റെ പേരാണ് ഹുസനമാരണഹള്ളി. അവിടെ നിന്ന് ഞങ്ങൾ ബസ് കയറി ഇറങ്ങിയത് ഗുട്ടഹള്ളി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ടത്, ഞങ്ങൾ മല്ലേശ്വരത്താണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ആ ബസ്സിലോട്ട് അങ്ങോട്ടുള്ള ബസ്സെന്ന് പറയുന്നത് 176 എന്ന് പറയുന്ന ബസ്സാണ്. കുറച്ച് നേരം ഞങ്ങളവിടെ നോക്കി നിന്നു, പിന്നെ കണ്ടില്ല. ഞങ്ങൾ പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഉച്ചയൊക്കെ സമയമായിരുന്നേ, അതുകൊണ്ടായിരിക്കും നമുക്കത് കിട്ടാതെ പോയത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഊബർ ബുക്ക് ചെയ്തിട്ടേ മല്ലേശ്വരത്ത് പോയി. മല്ലേശ്വരത്താണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന സ്ഥലം. അവിടെ ചീപ്പായിട്ടുള്ള പർച്ചേസിങ് ഒക്കെ നടക്കുമെന്നാണ് അറിഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. ആദ്യം ഞങ്ങൾ പോയത് വേറൊരു സ്ഥലത്തായിരുന്നു. അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എന്നിട്ട് ഞങ്ങളവിടെ പോയിട്ട്, ഇതാണ് ആ സ്ട്രീറ്റ്, മല്ലേശ്വരം എന്ന് പറയുന്ന അതൊരു സ്ട്രീറ്റാണ്. ഒരു സ്ട്രീറ്റിൽ അകത്തോട്ടൊക്കെ കുറേ ഉണ്ട്. നമ്മളതിൽ കുറച്ച് അതിൽ നടന്നു പോകുന്ന ആ സ്ട്രീറ്റാണിത്. ആ സ്ട്രീറ്റിൽ ഞങ്ങൾ ചെന്നിട്ട് അവിടെ എന്ന് പറയുന്നത് ബാഗുകളാണേലും തുണിത്തരങ്ങളാണേലും ഒക്കെ വളരെ ചീപ്പ് റേറ്റാണ്. എൻ്റെ ഈ കയ്യിരിക്കുന്ന ബാഗിന് 175 രൂപയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര കൊടുക്കണം? നല്ല പൈസയാവില്ലേ? കണ്ടോ, ഭയങ്കര ലാഭമാണ്. ഞാനതെടുത്ത് വില ചോദിച്ചതാണ്, എങ്ങനെയാണെന്ന് അറിയാനായിട്ടൊക്കെ ചോദിച്ചതാണ്. ഭയങ്കര ലാഭമാണ്. പിന്നെ നമ്മുടെ തുണിത്തരങ്ങളാണേലും ബാഗാണേലും ചെരുപ്പാണെങ്കിലും വളരെ ചീപ്പ് റേറ്റാണ്. എന്നിട്ട് ഈ തുണിക്കൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലാണ് എത്ര കൊടുക്കണം? അവിടെ ഒരു 350 രൂപ അങ്ങനെയൊക്കെ ആ റേറ്റിലാണ്. ഞങ്ങൾ പക്ഷേ നേരത്തെ ഷോപ്പ് ചെയ്ത സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ 700 രൂപയ്ക്കാണ് അവർ അവിടെ ചോദിച്ചത്. ഇവിടെ 350 രൂപയുള്ളൂ. പിന്നെ ഇഷ്ടം പോലെ കമ്മലുകൾ, നമ്മുടെ പിന്നെന്തോന്നാണ് അവിടെയുള്ള ചെരുപ്പുകൾ, ബാഗുകൾ, തുണിത്തരങ്ങൾ, എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ. അങ്ങോട്ട് കയറുമ്പോഴേ തന്നെ ഈ സ്ട്രീറ്റിനകത്ത് ഇങ്ങനെ സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ ചീപ്പായിട്ടുള്ളതാണ്. ഭയങ്കര തിരക്കുമാണ് അവിടെ കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുറേ സാധനങ്ങളൊക്കെ, മോൾക്ക് കുറച്ച് പാൻറ്റുകളും ഇളയാൾക്കും കുറച്ച് പാൻറ്റുകളും, അങ്ങനെ കുറേ തുണികളൊക്കെ എടുത്ത്. പിന്നെ കുറേ അങ്ങോട്ട് ചെന്ന് പിന്നെ ഫ്ലവറുകളാണ്. എനിക്ക് തോന്നുന്നു അവിടെ എല്ലാം കോവിലുകളാണെന്ന് തോന്നുന്നു, അമ്പലങ്ങളെ ഉള്ളത് കാരണം ഇഷ്ടം പോലെ അത് കോവിൽ പൂക്കളും അങ്ങനെ കുറേ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ നടന്ന് കുറേ ഷോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തളർന്നു. പിന്നെ ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി. ഉടുപ്പി അവിടുത്തെ ഫേമസ് ഹോട്ടലാണ്. അങ്ങോട്ട് ക്രോസ് ചെയ്യാനാണ് പാട്. ഭയങ്കര തിരക്കായിട്ട് ഭയങ്കരത്തിൽ വണ്ടി വരും. പിന്നെ ഞങ്ങൾ ആ ഹോട്ടലിൽ കയറി ആഹാരമൊക്കെ ഓർഡർ ചെയ്തു. അപ്പം കയറിയ ഉടനെ ചേച്ചിയോട് ഒരാൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ചേച്ചി ഇവിടെ പൊടി ഇഡ്ഡലി ഉണ്ടെങ്കിൽ എനിക്ക് പൊടി ഇഡ്ഡലി മേടിച്ചിരണേന്ന്. അപ്പം ഞാൻ വിചാരിച്ച് പൊടി ഇഡ്ഡലി എന്ന് പറയുന്നത് ചെറിയ ഇഡ്ഡലിയാണ്, പക്ഷേ അതല്ലായിരുന്നു പൊടി ഇഡ്ഡലി. പിന്നെ പൊടി ഇഡ്ഡലി അദ്ദേഹത്തിന് മേടിച്ച് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ചോറാണ് കഴിച്ചത്. പിന്നെ ചോറിൻ്റെ കൂടെ പിന്നെ എന്താ ഉണ്ടായിരുന്നു, മറ്റേ പൂരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോള് തൈര് വട, കേടുവട, അതായിരുന്നു അവൾ കഴിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ച്, അവിടെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നമുക്കൊന്ന് വാഷ്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആ ഹോട്ടലിനകത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി നല്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചും കൂടെ ഞങ്ങൾ ഷോപ്പൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.